هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടെ നമ്മുടെ QHLS പഠന ക്ലാസ്സിൽ പങ്കെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി അള്ളാഹുവിൻ്റെ പ്രമാണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും ജീവിതത്തെ നമ്മൾ ശുദ്ധിയാക്കുകയും കഴിഞ്ഞുപോയ പാപങ്ങളെക്കുറിച്ച് നിരാശപ്പെടാതെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് പശ്ചാത്താപിച്ച് പടച്ച റബ്ബിലേക്ക് പുറത്തു തരുമെന്ന നല്ല പ്രതീക്ഷയോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും കുഫറുകൾ, ബിദ്അത്തുകൾ എല്ലാത്തിൽ നിന്നും ജീവിതത്തെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിലൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളാണ് നമ്മുടെ QHLS. പക്ഷേ ഇതുവരെ നമുക്ക് പാഠപുസ്തകത്തിലെ ഹദീസുകളുടെ ചർച്ചയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹദീസുകൾ ഒരു ദിവസം തന്നെ അതിനുവേണ്ടി മാറ്റിവെച്ച് അന്ന് പ്രത്യേകിച്ച് ആയത്തുകൾ ചർച്ച ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട സ്വഭാവങ്ങളെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 23-ാം അധ്യായത്തിലെ 16 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. തുടക്കത്തിലെ സ്വർഗത്തിലെ ഉന്നത സ്ഥാനമായ ജന്നാത്തുൽ ഫിർദൗസിന് അർഹരായ ആളുകൾ അവരുടെ ജീവിതം എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് അവസാനം 15-16 ആയത്തുകളിലൂടെ മരണത്തോടുകൂടി മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല, മനുഷ്യൻ തീർച്ചയായിട്ടും പുനർജീവിക്കേണ്ടവനാണ്, പുനർജീവിപ്പിക്കപ്പെടുന്നവനാണ്. ഈ പ്രപഞ്ചത്തെ അണ്ഡഘടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന്, ദുർബലമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ പടച്ചുകൊണ്ടുവന്ന, സൃഷ്ടിച്ചുകൊണ്ടുവന്ന റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ രണ്ടാമത് ജീവിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല.
അതുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന നന്മ തിന്മകൾക്കെല്ലാം തക്കമായ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ലോകം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷണികമായ ലോകത്ത് ഈമാനോടുകൂടി മുഅ്മിനായി നമ്മൾ ജീവിക്കണം എന്ന വിഷയമാണ് അല്ലാഹു 15, 16 വരെയുള്ള ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. 17ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള പഠനം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിനെ, പവറിനെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തരികയാണ്. ആധുനിക സാഹചര്യം നമുക്കറിയാം. നിരീശ്വരവാദം പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ മനസ്സിനെ പിടികൂടിയിട്ട് കൂടുതൽ വഴികേടിലേക്ക്, തിന്മകളിലേക്ക് മനുഷ്യർ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. പടച്ചോനൊന്നുമില്ല, പരലോകമൊന്നുമില്ല, മനുഷ്യന്റെ ദുനിയാവിലെ ജീവിതത്തിന് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ എന്തിന് നന്മ ചെയ്യണം, എന്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കണം, അടിച്ചു പൊളിച്ച് ആനന്ദിച്ചുകൊണ്ട് ജീവിച്ചുകൂടെ എന്ന ചിന്ത മനുഷ്യന്റെ തലച്ചോറിനെ പിടികൂടി നമ്മുടെ ഈ അന്തരീക്ഷം വളരെ മലിനമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് വിശ്വാസികളായ നമ്മളും മറ്റുള്ളവരും എല്ലാം മനസ്സിലാക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വലഖദ് ഖലഖനാ ഫൗഖകും സബ്അ തറായിഖ് ولقد خلقنا فوقكم 7 طرائق وما كنا عن الخلق غافلين. ولقد خلقنا, തീർച്ചയായിട്ടും നാം സൃഷ്ടിച്ചിരിക്കുന്നു, ഫൗഖകും, നിങ്ങൾക്ക് മീതെ, നിങ്ങളുടെ മുകളിൽ, 7 തറായിഖ്, 7 മാർഗങ്ങളെ, ത്വറായിഖ്, 7 മാർഗങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു. എന്താണ് ത്വറായിഖ് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കുന്ന, നാമല്ല, അനിൽ ഖൽഖി, സൃഷ്ടിയെപ്പറ്റി. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് കോടിക്കണക്കിന് ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളെ കുറിച്ച് നാമല്ല ഗാഫിലീൻ, അശ്രദ്ധനല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഞാൻ ഒന്നും കൂടെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓതിത്തരാം. നിങ്ങളും ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിൽ അത് പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പാരായണം ചെയ്ത് ആയത്തുകളുടെ അർത്ഥങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ കൊത്തിവെക്കാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മൾ നമസ്കാരത്തിന്റെ വിഷയം പറഞ്ഞെടുത്ത് നമ്മൾ വിശദീകരിച്ചിരുന്നു. മനുഷ്യന്റെ നമസ്കാരത്തിൽ, ഒരു മുഅ്മിനിന്റെ നമസ്കാരത്തിൽ ഈമാൻ കിട്ടാനുള്ള, ഖുശൂ കിട്ടാനുള്ള വ്യത്യസ്ത മാർഗങ്ങളിൽ ഒരു മാർഗം ഇമാം ഓതുന്ന, നമ്മൾ പാരായണം ചെയ്യുന്ന ആയത്തുകൾ, അദ്കാറുകൾ, ദുആകൾ, അതിലൂടെ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം നമസ്കാര സ്ഥലത്തില്ല എങ്കിൽ ഒരിക്കലും ആ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള 17ാമത്തെ ആയത്ത് ഇപ്രകാരമാണ്: വലഖദ് ഖലഖനാ ഫൗഖകും 7 തറായിഖ് വമാ കുന്നാ അനിൽ ഖൽഖി ഗാഫിലീൻ ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون ولقد خلقنا فوقكم 7 طرائق وما كنا عن الخلق غافلين. 2, 3
മുക്കൽക്കല വന്നിട്ടുണ്ട്. അതാണ് ഓതുമ്പോൾ കുറച്ച് ടഫുള്ള ഒരു ആയത്താണ്. ഒന്ന് ഖലഖന, വലഖദ്, ദാല് സാക്കിന മുക്കൽക്കലാണ്. പിന്നെ ഖലഖന, ഖാഫ് സാക്കിന മുക്കൽക്കലാണ്. സബ്അ, ബാ സാക്കിന മുക്കൽക്കലയാണ്. ഇവിടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഖാഫ്, താ, ബാ, ജീമ്, ദാല് ഈ അക്ഷരങ്ങൾക്കൊക്കെ സുക്കൂന് വന്നാൽ അത് ഇടയിലാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? അതിനെ കുറച്ച് സ്വരഭാരത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? അതിന് പാരായണത്തിലും ഉച്ചാരണത്തിലും ഒക്കെ കൊണ്ടുവരണം. പിന്നെ തറായിഖ് അല്ലെ, മദ് ഫറയിൽപ്പെട്ട മദ് മുത്തസിലാണ്. തൊബൈ ഉണ്ട്, ഫറയി ഉണ്ട്. തൊബൈ സാധാരണ നീട്ടം, ഫറയി സാധാരണ പരിധിയും വിട്ടിട്ടുള്ള നീട്ടാണ് ഫറയി. ആ ഫറയിൽ ഒരുപാട് ഇനങ്ങളുണ്ട്. മദ് ആരിദുണ്ട്, മദ് മുത്തസിലുണ്ട്, മുൻഫസിലുണ്ട്, മദ് ബദലുണ്ട്. ബദലും തബായൊന്നും കണ്ടാൽ ചിലപ്പോൾ അറിയില്ല. സോറി, പിന്നെ മദ് ബദല് ഫറയല്ലോ. മദ് പിന്നെ ബദല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ തോന്നില്ല, പെട്ടെന്ന് നമ്മൾ തൊബയാണെന്ന് വിചാരിക്കും. തൊബൈ എന്നുള്ളത് പിന്നെ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം പ്രത്യേകിച്ച് ഹംസ, സുക്കൂനോ ഒന്നും വന്നിട്ടില്ല, മുന്നിലും ഹംസ ഇല്ല എങ്കിൽ അതിനാണ് മദ് തൊബൈ എന്ന് പറയാം. സാധാരണ നീട്ടം. ഇപ്പോൾ ഇവിടെ നമ്മൾ ആയത്ത് നോക്കുകയാണെങ്കിൽ വമ, കുന്ന, അതൊക്കെ മദ് തൊബൈയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ മദ്ദിന്റെ അക്ഷരങ്ങൾക്ക് അലിഫ്, വാവ്, യാ അക്ഷരങ്ങൾക്ക് മുമ്പിൽ എന്ത് വരും? ഹംസ വരും. അപ്പൊ അവിടെ നമ്മൾ മദ് ബദൽ എന്നാണ് പറയാ. മദ് ബദൽ. എന്തുകൊണ്ടാണ് ബദലായത്? അവിടെ രണ്ട് ഹംസന്റെ ഉച്ചാരണം വരും. പിന്നെ ആ രണ്ട് ഹംസ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഹംസയെ ഒഴിവാക്കിയിട്ട് അതിനെ നമ്മൾ എന്താക്കി? അലിഫാക്കി നമ്മൾ പിന്നെ ഉച്ചാരണത്തിൽ കൊണ്ടുവരും. അത് ഇൻഷാ അല്ലാഹ് സന്ദർഭത്തിന് നമുക്ക് വിശദീകരിക്കാം. ഇവിടെ മദ് മുത്തസിലാണ്, മദ് ഫറയിൽപ്പെട്ട മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നു. ഹംസയാണ് ഏറ്റവും ടഫ് ഉച്ചരിക്കാൻ. ഹാർട്ടിൽ നിന്നാണ് ഹംസന്റെ ഉച്ചാരണം വരേണ്ടത്. ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന സംഭവമാണ് ആ, ഇ, ഉ എന്ന് ഉച്ചരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹംസ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്. ഹാർട്ടിന്റെ ആ ഭാഗത്തു നിന്നാണ് അതിന്റെ ഉച്ചാരണം വരുന്നത്. ഇത് മദ്ദിന്റെ അക്ഷരങ്ങൾക്ക് ശേഷം ഒരേ പദത്തിൽ വന്നാൽ മുത്തസിലും, രണ്ട് പദത്തിലായിട്ട് വന്നാൽ ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദിന്റെ അക്ഷരവും ഉണ്ട്, അടുത്ത പദത്തിന്റെ തുടക്കത്തിൽ എന്തുണ്ട്? മദ്ദിന്റെ പിന്നെ ഹംസ ഉണ്ട് എങ്കിൽ അത് മദ് മുൻഫസിലാണ്, ഇവിടെ മുത്തസിലാണ്. വലഖദ് ഖലഖനാ ഫൗഖകും സബ്അ തറായിഖ് വമാ കുന്നാ അനിൽ ഖൽഖി ഗാഫിലീൻ. വലഖദ് ഖലഖനാ, തീർച്ചയായിട്ടും നാം സൃഷ്ടിച്ചിരിക്കുന്നു, ഫൗഖകും നിങ്ങൾക്ക് മീതെ അഥവാ നിങ്ങൾക്ക് മുകളിൽ, സബ്അ തറായിഖ 7 മാർഗങ്ങളെ, വമാ കുന്നാ നാം ആയിരുന്നില്ല, നാമല്ല, അനിൽ ഖൽഖി സൃഷ്ടിയെ പറ്റി, ഗാഫിലീൻ അശ്രദ്ധരല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 17ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ സൂചിപ്പിച്ചല്ലോ, തറായിഖ് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. തരീഖത്തുൻ എന്ന പദത്തിന്റെ ബഹുവചനമാണ് തറായിഖ്. ത്വരീഖ് നമുക്കറിയാം. ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ത്വരീഖ് അല്ലേ? മാർഗം, വഴി, വഴിമാറെന്നിങ്ങനെ അവിടുത്തെ പോലീസുകാരൊക്കെ പറയും. ത്വരീഖ് അതിന്റെ ബഹുവചനമാണെന്ത്? ത്വറായിഖ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മാർഗങ്ങള്, വഴികള്, രീതികള് അല്ലേ? അതുപോലെ നിലകള്. ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ബിൽഡിങ് 2 നില 3 നില, ആ നിലകൾക്കൊക്കെ എന്ത് പറയും? ത്വറായിഖ് എന്നൊക്കെ പറയും. ഇങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങളുള്ള പദങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഏതെങ്കിലും അർത്ഥം എടുത്ത് വെക്കുക, എന്നിട്ട് അർത്ഥം വെക്കുക, അങ്ങനെ പറ്റുമോ? അതൊരിക്കലും പറ്റുകയില്ല. അങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങളുള്ള പദങ്ങൾ ഖുർആനിന്റെ ആയത്തിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? പരിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ തഫ്സീർ പരിശുദ്ധ ഖുർആൻ തന്നെയാണ്.
അതൊക്കെ നമുക്ക് ഈ ആയത്ത് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടണം. ഖുർആനിന്റെ ഇപ്പൊ നമുക്കറിയാം, ഉദാഹരണം പറയാൽ ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർദ് വഇൻ തുബ്ദു മാഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കാര്യം വിചാരിച്ചാൽ ഒരു തെറ്റ് വിചാരിച്ചാൽ അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ വിചാരണ നേരിടേണ്ടി വരും. വലിയ വിഷയം കേട്ടോ, മണിക്കൂറുകളോളം സംസാരിക്കേണ്ട വിഷയ. മനസ്സിലായോ? അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, സഹാബിമാരുടെ പശ്ചാത്താപം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോണില്ല. അതിന്റെ വിശദീകരണമാണ് ഇത്. സൂറത്ത് ബഖറയിൽ അവസാനത്തെ ആയത്തുകളാ. ആമന റസൂല് കഴിഞ്ഞിട്ടുള്ള ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. അതിന്റെ വിശദീകരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാ. അപ്പൊ ഈ യുഹാസിബുക്കും ബിഹില്ലാഹ് എന്ന ആ ലില്ലാഹി മാഫി സമാവാതി എന്നതിന്റെ വിശദീകരണം നോക്കിയിട്ട് നമ്മൾ എവിടെയും പോണ്ട. അതിന്റെ വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്നുള്ളത്. അപ്പൊ ഈ രൂപത്തിൽ ഖുർആനിന്റെ ഒന്നാമത്തെ തഫ്സീർ എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ തന്നെയാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലുകൾ, ഹദീസ്, ഖൗലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫിഅലിഹി വതഖരീരി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും അതുപോലെ തന്നെ പ്രവർത്തികളും മൗനാനുവാദങ്ങളും, ഇതാണല്ലോ ഹദീസ്. ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അടുത്തത് എന്താണ്, റസൂൽ എന്താണ് പറഞ്ഞത്. അതിനുശേഷം നമുക്കറിയാം ഒരുപാട് മുഫസ്സിരീകൾ, ഒരുപാട് തഫ്സീറുകളുണ്ട്. ഈ തഫ്സീറുകളിലൊക്കെ സലഫു സാലിഹീങ്ങളായ ആളുകൾ, സ്വഹാബിമാര്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, മഹാന്മാരായ ഉലമാക്കൾ ഈ ആയത്തിനെ അവർ എങ്ങനെയാണ് അർത്ഥം വെച്ചിട്ടുള്ളത്, അവരെങ്ങനെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അതിലെല്ലാം പിന്നെ ഏകാഭിപ്രായം, ഭൂരിപക്ഷം ആളുകളുടെയും ഏകാഭിപ്രായം എന്താണ്, ഇജ്മാ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ത്വറായിഖ് എന്ന് പറഞ്ഞാൽ മാർഗങ്ങൾ, വഴികൾ, അല്ലെ? ഇതൊക്കെ എങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത്? നമുക്ക് ഖുർആനിന്റെ ആയത്തുകൾ തന്നെ വെച്ച് നമുക്ക് പരിശോധിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടത്തെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റോട്ടിലെ വഴിയോ മറ്റുള്ള മാർഗങ്ങളോ ഒന്നുമല്ല. ഇരുപത്തിമൂന്നാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ, അതിലെ 17-ാമത്തെ ആയത്തിൽ ത്വറായിഖ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് ഇമാം തബരിയെ പോലെയുള്ള ആളുകളൊക്കെ വിശദീകരിച്ചത്, മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് സബഅ സമാവാത്, സമാവാത്ത് സബഅ, 7 ആകാശങ്ങൾ എന്നൊക്കെയാണ്. പ്രമുഖരായ മുഫസ്സിരീങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ത്വറായിഖ് എന്ന പദത്തെ വിശദീകരിച്ച് പഠിപ്പിച്ചത് നമുക്ക് മുകളിലുള്ള 7 ആകാശങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഇതിപ്പോ എന്താ പഠിക്കാനുള്ളത് ചിന്തിക്കും. ഇതിലിപ്പോ എത്ര നമുക്ക് എന്താ കാര്യമായിട്ട് പറയാനുള്ളത്? വലഖദ് ഖലഖനാ ഫൗഖകും സബഅ തറായിഖ വമാ കുന്നാ അനിൽ ഖൽഖി ഗാഫിലീൻ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കി തരുന്ന ഒരു വചനമാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള തഫ്സീറുകളുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വചനമാണ് ഈ ആയത്ത്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ പരിശോധിച്ചാൽ ഇത് തബരി റഹിമഹുല്ല മാത്രമല്ല കേട്ടോ, ഇബ്നു കസീറിനെ പോലെയുള്ള, മുജാഹിദ് റഹിമഹുല്ലയെ പോലെയുള്ള ആളുകളൊക്കെ ഈ ആയത്തിനെ വിശദീകരിച്ചത് അസമാവാതു സബഅ എന്നാണ്. ത്വറായിഖ് എന്ന പദത്തെ അവരൊക്കെ വിശദീകരിച്ചത് അസമാവാതു സബഅ, 7 ആകാശങ്ങൾ എന്നാണ് അവരൊക്കെ വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഖുർആനിന്റെ ആയത്തുകളിലേക്ക് പ്രവേശിക്കാം. നമുക്ക് അറിയുന്ന ചില അധ്യായങ്ങളുണ്ട്. ആ അധ്യായത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമുക്ക് മുകളിലുള്ള 7 കാര്യങ്ങൾ, ആ 7 മാർഗങ്ങൾ എന്താണ് എന്ന് നമുക്കറിയുന്ന ചില സൂറത്തുകളിലൂടെ തന്നെ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് സൂറത്ത് മുൽക്ക് 67-ാം അധ്യായത്തിലെ 3-ാമത്തെ ആയത്ത്,
الذي خلق 7 سماوات طباقا. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തുകയാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا. നിങ്ങൾക്ക് മുകളിൽ 7 ആകാശങ്ങളെ അല്ലദീ ഖലഖ, അല്ലാഹു എങ്ങനെയുള്ളവനാണ്, സൃഷ്ടിച്ചവനാണ്, സംവിധാനിച്ചവനാണ്. 7 സമാവാത്തിൻ തിബാഖ, 7 ആകാശങ്ങളെ പാളികളായി സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സൂറത്തു നൂഹ് 71-ാം അധ്യായത്തിലെ 15-ാമത്തെ ആയത്ത്, അലം തറൗ കൈഫ ഖലഖല്ലാഹു 7 സമാവാത്തിൻ തിബാഖ. അലം തറൗ കൈഫ ഖലഖല്ലാഹു 7 സമാവാത്തിൻ തിബാഖ. നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾക്ക് മുകളിൽ പാളികളായി 7 ആകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. അല്ലാഹുവാണ് ഇതിനെയെല്ലാം സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നൂഹിലൂടെ ചോദിച്ചു. അതുപോലെ തന്നെ സൂറത്ത് ഫുസ്സിലത്ത് 41-ാമത്തെ അധ്യായം 12-ാമത്തെ ആയത്ത്, ഫഖദാഹുന്ന 7 സമാവാത്, ഫഖദാഹുന്ന 7 സമാവാത്. ആകാശങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, 7 ആകാശങ്ങളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി. സൂറത്തു തലാഖ് 65-ാം അധ്യായം 12-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, അല്ലാഹുല്ലദീ ഖലഖ 7 സമാവാത്, അല്ലാഹുല്ലദീ ഖലഖ 7 സമാവാത്. ഇങ്ങനെ ഒട്ടനവധി ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 7 മാർഗങ്ങൾ, ഈ തറായിഖുകൾ എന്താണ് എന്ന്, 7 തറായിഖ്, നിങ്ങൾക്ക് മുകളിൽ 7 മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു എന്ന ഈ ആയത്തിനെ തത്തുല്യപ്പെടുത്തുന്ന രൂപത്തിൽ പല വ്യത്യസ്ത സ്ഥലങ്ങളിൽ അല്ലാഹു 7 ആകാശങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഇവിടെയും അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ കാണുന്ന ആകാശം, ഇതിനു മുകളിൽ അടുക്കടുക്കുകളായി, തട്ടുതട്ടുകളായി, നിലകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾ, ടോട്ടൽ 7 ആകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്, സംവിധാനിച്ചിട്ടുണ്ട്, ഒന്നിനു മുകളിൽ ഒന്നായി. അതാണ് സൂറത്ത് മുൽക്കിലൂടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുൽക്കിലെ 5-ാമത്തെ ആയത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ 3-ാമത്തെ ആയത്താണ്. 5-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കാര്യം പഠിപ്പിച്ചു, വലഖദ് സയ്യന്ന സമാഅദ് ദുനിയാ ബിമസാബീഹ്, വലഖദ് സയ്യന്ന സമാഅദ് ദുനിയാ ബിമസാബീഹ്. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, നിങ്ങളോട് ഏറ്റവും അടുത്ത ആകാശം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലാ സമാഇദ് ദുനിയാ, ദുനിയാവിനോട് അടുത്ത് കിടക്കുന്ന ആകാശം, അതാണ് സമാഅദ് ദുനിയാ. ആ ദുനിയാവിലേക്ക് അല്ലാഹു രാത്രിയുടെ അവസാന സമയത്ത് ഇറങ്ങി വരുമെന്ന പ്രവാചകന്റെ പ്രവചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമ്മൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുൽക്കിലെ 5-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചത്, നിങ്ങളോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശമുണ്ടല്ലോ, ആ ആകാശത്തെ വിളക്കുകളാൽ നാം അലങ്കരിച്ചു എന്ന് സൂറത്ത് മുൽക്കിലെ 5-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ സൂറത്തു സാഫാത്തിൽ അല്ലാഹു പഠിപ്പിച്ചു, ഇന്നാ സയ്യന്ന സമാഅദ് ദുനിയാ ബിസീനത്തിൽ കവാകിബ്, ഇന്നാ സയ്യന്ന സമാഅദ് ദുനിയാ ബിസീനത്തിൽ കവാകിബ്. അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല സമാഅദ് ദുനിയയിൽ, അതായത് ദുനിയാവിനോട് അടുത്ത് കിടക്കുന്ന, ഭൂമിയോട് അടുത്ത് കിടക്കുന്ന ആകാശത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളാൽ ഈ 1-ാം ആകാശത്തെ അലങ്കരിച്ചു എന്ന് സൂറത്തു സ്വാഫാത്തിലൂടെ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. അപ്പോൾ 1-ാം ആകാശത്ത് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, അതുപോലെ തന്നെ
കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളെ കൊണ്ടും സൂര്യനെ കൊണ്ടും അതുപോലെ തന്നെ ചന്ദ്രനെ കൊണ്ടും അള്ളാഹു ആകാശത്തെ, ഒന്നാം ആകാശത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അലങ്കരിച്ചു എന്ന് ഒന്നിലധികം സ്ഥലങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഈ ദുനിയയെ, ദുനിയാവിനോട് അടുത്ത് കിടക്കുന്ന ആകാശത്ത് അള്ളാഹു അലങ്കരിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ ഇനിയും ആകാശങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആകാശം എന്നുള്ളത് ഇവിടെ അവസാനിക്കുന്നില്ല. ആകാശം ഇനിയുമുണ്ട്. ദുനിയ അള്ളാഹു അലങ്കരിച്ചു, ഒന്നാം ആകാശത്ത് അള്ളാഹു അലങ്കരിച്ചു, ദുനിയാവിനോട് അടുത്ത് കിടക്കുന്ന ആകാശത്ത് അള്ളാഹു അലങ്കരിച്ചു എന്ന് പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പാഠമാണ്, ആകാശം ഇവിടെ അവസാനിക്കുന്നില്ല, അതിന്റെ മുകളിൽ ഇനിയും ആകാശങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ ഊട്ടിയുറപ്പിച്ചേ പറ്റൂ, ദൃഢമായ വിശ്വാസം ഉണ്ടായേ പറ്റൂ. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്വഹീഹായ ഹദീസുകൾ, ആ സ്വഹീഹായ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് ഇതൊക്കെ കിട്ടും. ഇസ്റാഉം മിഅ്റാജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയില്ലേ? സ്വപ്നത്തിലല്ല കൊണ്ടുപോയത്, ഉറക്കത്തിലല്ല കൊണ്ടുപോയത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉടലോടെ കൊണ്ടുപോയി, അല്ലേ? ശരീരത്തോടെ കൊണ്ടുപോയി. അതിൽ അത്ഭുതം വേണമെങ്കിൽ, അതിൽ മുഅ്ജിസത്ത് വേണമെങ്കിൽ എന്ത് വേണം? ശരീരത്തോടെ തന്നെ പോണം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ എവിടെയൊക്കെ പോകണ്ട ഉറക്കത്തിൽ? നമ്മൾ പല രാജ്യത്തും പോണില്ലേ, പല സ്ഥലത്തും നമ്മൾ പോണില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിലല്ല പോയത്. അതുകൊണ്ടാണല്ലോ ഒരു നാട് മുഴുവൻ നിഷേധിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം വിശ്വസിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് ശത്രുക്കൾ ചോദിച്ചു, മുഹമ്മദ് ഇന്നലെ രാത്രി, ഒരു രാത്രി കൊണ്ട് ആകാശങ്ങൾക്ക് മീതെ പോയി തിരിച്ചു വന്നു എന്ന് പറയുന്നു, നീ അത് വിശ്വസിക്കുന്നുണ്ടോ? എന്റെ പ്രവാചകൻ അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ എനിക്കതിൽ യാതൊരു സംശയവും ഇല്ല. ആ വാനലോകത്തുനിന്ന് പ്രവാചകന് വഹി ഇറങ്ങുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കഴിവുള്ളവനാണ്. അന്ന് മുതലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത്. ഈ ഇസ്റാഉം മിഅ്റാജും യാത്രയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഹദീസുകൾ 7 ആകാശങ്ങളെ കടത്തിക്കൊണ്ടുപോയി. 7 ആകാശങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കടത്തിക്കൊണ്ടുപോയി. അവസാനം എവിടെ എത്തി? അവസാനം സിദ്റത്തുൽ മുൻതഹിയുടെ അടുക്കലെത്തി. ഖുർആൻ പഠിപ്പിച്ചില്ലേ? വലഖദ് റആഹു നസലതൻ ഉഖറാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ. സ്വർഗ്ഗത്തിന്റെ അടുത്തുള്ള സിദ്റത്തുൽ മുൻതഹ വരെ, ആ മരത്തിന്റെ അടുത്ത് വരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടം വരെ പോയി. അവിടെ വെച്ച് തനതായ രൂപത്തിൽ 600 ചിറകുകളിൽ ആരെ കണ്ടു? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്ന് സൂറത്തുൻ നജ്മിലൂടെ പഠിപ്പിച്ചു, അല്ലേ? ഹദീസുകൾ പഠിപ്പിച്ചു. 7 ആകാശങ്ങളും കടന്നുപോയി. ഒരു വിശ്വാസിയുടെ യാത്രയെ കുറിച്ച്, മരണത്തെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു തന്നില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരിയായ ഒരു സഹാബിയുടെ ഖബറിന്റെ അരികിൽ ഇരുന്നു കൊണ്ടാണ് പറയുന്നത്, 7 ആകാശത്തിന്റെ കവാടങ്ങളും ഒരു മുഅ്മിനിന്റെ ആത്മാവിന് വേണ്ടി തുറക്കപ്പെടും. യസ്അദൂന ബിഹാ. ഓരോ ആകാശത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു പോകും. ആകാശത്തിന്റെ കാവൽക്കാര് ചോദിക്കും, ആകാശത്തിന്റെ ഓരോ കവാടത്തിലെയും കാവൽക്കാര് ചോദിക്കും, ഏതാണ് ഈ ത്വയ്യിബായ വിശിഷ്ടമായ ആത്മാവ്? ഏതാണ് ഈ വിശിഷ്ടമായ ആത്മാവ്? ആരുടേതാണ്? ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നയാളുടെ മകൻ ഇന്നയാളാണ് എന്ന് ആകാശലോകത്ത് പരിചയപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 7 ആകാശത്തിന്റെ കവാടങ്ങളും തുറക്കപ്പെട്ട് അവസാനം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സമീപത്തെത്തിയാൽ റബ്ബ് വിളിച്ചു പറയും. എന്താ പറയുന്നത്? ഉക്തുബൂ കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം. വിശ്വാസികളുടെ, മാന്യന്മാരായ ആളുകളുടെ പേരുകൾ രേഖപ്പെടുത്തി വെക്കുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ എന്റെ അടിമയുടെ പേര് എഴുതി വെക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. പരിശുദ്ധ ഖുർആനിലെ വചനമാണ്. 7 ആകാശങ്ങളും കടന്നു പോകും. അല്ലാത്തവന്റെ അവസ്ഥ എന്താ? ഒരു കാഫിറിന്റെ അവസ്ഥ എന്താ? അല്ലാഹുവിനെ മറന്നവന്റെ അവസ്ഥ എന്താ? ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്ന
ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. അല്ലേ, ഒരു സൂചി ഉണ്ടല്ലോ, നമ്മളെ ബട്ടൺസ് ഒക്കെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ തുന്നാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൂചി ഉണ്ടല്ലോ, ആ സൂചിന്റെ ഓട്ടയിലൂടെ എന്നാണോ ഒരു ജമല്, ഒരു ഒട്ടകം കടന്നു പോകുന്നത്, അന്ന് വരെ അല്ലെ ഒരിക്കലും അള്ളാഹ് പരിഹസിക്കാണ്, അള്ളാഹു അവരെ കളിയാക്കാണ്, നന്ദി കെട്ടവരെ അള്ളാഹു പരിഹസിക്കാണ്. ഒരു സൂചിന്റെ ഓട്ടയിൽ കൂടെ നൂല് കടന്നു പോകുന്നത് പോലെ ഒരു ഒട്ടകം കടന്നു പോകുമോ? ഒരിക്കലും നടക്കാത്ത കാര്യ. എന്നാണ് ഒരു സൂചിയുടെ ഓട്ടയിലൂടെ ഒരു ഒട്ടകം കടന്നു പോകുന്നത്, അന്ന് വരെ അവർക്ക് ആകാശത്തിന്റെ കവാടങ്ങൾ, അതുപോലെ തന്നെ സ്വർഗത്തിന്റെ കവാടങ്ങൾ നാം തുറന്നു കൊടുക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. അപ്പൊ ഖുർആന് കൊണ്ടും സ്വഹീഹായ ഹദീസുകൾ കൊണ്ടുമെല്ലാം സ്ഥിരപ്പെട്ടിട്ടുള്ള വിഷയമാണ് ആകാശം. ഈ കാണുന്നത് മാത്രമല്ല, ഇതിനു മുകളിൽ ഇതൊന്നാൻ ആകാശം, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 7 ആകാശങ്ങളുണ്ട് എന്ന് പിന്നെ ഹദീസ് കൊണ്ടും ആയത്തുകൾ കൊണ്ടുമെല്ലാം സ്ഥിരപ്പെട്ട വിഷയമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാസ്ത്രം പണ്ടത്തെക്കാളൊക്കെ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ആ കണ്ടുപിടുത്തമൊക്കെ പൂർണ്ണമായി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. പല കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ കണ്ടുപിടിക്കാത്ത കാര്യങ്ങളുമുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് എന്താണോ അതാണ് നമ്മൾ വിശ്വസിക്കുക. പരിശുദ്ധ ഖുർആനിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങൾ, അവിടെ നമ്മൾ പിന്നെ ശാസ്ത്രം നോക്കൂല, മറ്റുള്ളത് നോക്കൂല, മറ്റുള്ള നമ്മുടെ ചിന്തകൾക്ക് നമുക്ക് സ്ഥാനമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കുക. സൂറത്ത് ആൽ ഇംറാനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഒരു മുഅ്മിനിന്റെ നിലപാട്, ഒരു ആലിമിന്റെ നിലപാട്. പരിശുദ്ധ ഖുർആനിൽ മുഹ്കമായ മുതശാബിഹായ ആയത്തുകളുണ്ട്. ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു പറയുകയാണ്, വല്ലദീ അൻസല അലൈക്കുമുൽ കിതാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ ഇറക്കിയവനാണ്. വല്ലദീ അൻസല അലൈക ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാതും മുഹ്കമാത് ഹുന്ന ഉമ്മുൽ കിതാബി വഉഖറു മുതശാബിഹാത് فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവാണ് ഇറക്കിയത്. ആ ആയത്തുകളിൽ മുഹ്കമായ ആയത്തുകളുണ്ട്, മുതശാബിഹായ ആയത്തുകളുണ്ട്. അഥവാ മുഹ്കമായ ആയത്തുകൾ നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചത്, അതുപോലെ തന്നെ സക്കാത്തിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച് പഠിപ്പിച്ച കാര്യങ്ങൾ, ഇതെല്ലാം മുഹ്കമായ ആയത്തുകളാണ്. എന്നാൽ ചില മുതശാബിഹായ ആയത്തുകളുണ്ട്. ഏതുപോലെ ബഹുഭൂരിപക്ഷവും മുഹ്കമായ ആയത്തുകളാണ്. അതിന്റെ അർത്ഥവും ആശയവുമെല്ലാം നമുക്ക് വ്യക്തമാകുന്ന രൂപത്തിലാണ്. എന്നാൽ ചില കാര്യങ്ങൾ, ചില ആയത്തുകൾ അത് മുതശാബിഹാണ്. അവിടെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഉദാഹരണം പറഞ്ഞാൽ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയില്ല. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്താ? അലിഫ് ലാം എന്ന് പറഞ്ഞാൽ 3 ഹർഫുകളാണ്. ഓരോ ഹർഫിനും 10 ഇരട്ടി കൂലിയുണ്ട്. അലിഫ് എന്ന് പറഞ്ഞാൽ 10 ഇരട്ടി, ലാം എന്ന് പറഞ്ഞാൽ 20, മീം എന്ന് പറയുമ്പോൾ 30. ഇങ്ങനെ അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ 30 ഇരട്ടി കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരുടെ നിയ്യത്തിനനുസരിച്ച് പ്രതിഫലം കിട്ടും. ഇതല്ലാതെ എന്താണ് അലിഫ് ലാം മീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടില്ല. അതിന്റെ തഅ്വീൽ അല്ലാഹുവിന് മാത്രമേ അറിയൂ, അല്ലേ? അതുപോലെ തന്നെ ഖബറിലെ പ്രതിഫലങ്ങൾ, ശിക്ഷകൾ, സ്വർഗം തുറക്കപ്പെടും, അതുപോലെ തന്നെ നരകം തുറക്കപ്പെടും, അതുപോലെ പാരത്രിക ലോകത്തിൽ അല്ലാഹുവിന്റെ മഹ്ശറ, സ്വർഗ നരകങ്ങളെ കുറിച്ച് പഠിപ്പിച്ച ആയത്തുകൾ, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ പറഞ്ഞത് അത് വിശ്വസിക്കുക. അതാണ് കൃത്യമായി പഠിപ്പിച്ചത്.
ഇത്തരം മുത്തശാബിഹായ ആയത്തുകളുടെ പിന്നാലെ ഹൃദയത്തിന്റെ ഉള്ളിൽ വക്രതയുള്ള ആളുകൾ മാത്രമേ പോകൂ. ചില ആളുകൾ അള്ളാന്റെ ഇറക്കെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇറക്ക്, അതിപ്പോ എങ്ങനെ നമ്മൾ ഇറങ്ങണ പോലെ അങ്ങനെയൊക്കെ വിശദീകരിക്കും. അങ്ങനെ വിശദീകരിക്കും. അല്ല നമ്മൾ നടക്കണ പോലെ, അള്ളാന്റെ കൈ എന്ന് പറഞ്ഞാൽ നമ്മളെ കൈയുടെ പോലെ, അള്ളാന്റെ കാലെന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് പോലെ, അങ്ങനെയൊക്കെ രൂപം കൊടുക്കും. പാടില്ല. അള്ളാഹു ഇറങ്ങുന്നു പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യൻസിലു റബ്ബുനാ തബാറക വതആല ഇലാ സമാഇ ദുനിയ, ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് ആരാ പഠിപ്പിച്ചത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹു ഇറങ്ങി, അങ്ങനെ ഒന്നുമില്ല. നിഷേധിക്കാൻ പറ്റോ? ഇല്ല. അതിന് രൂപം കൊടുക്കാൻ പറ്റോ? നമ്മൾ ഇറങ്ങണത് പോലെ എന്ന് പറയാൻ പറ്റോ? ഇല്ല. അവിടൊക്കെ നമ്മൾ അത്തരം വിഷയങ്ങളിൽ എന്താണോ റബ്ബ് പറഞ്ഞത് അത് വിശ്വസിക്കുക. അതാണ് പറഞ്ഞത്, വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന ആമന്നാ ബി കുല്ലും മിൻ ഇൻദി റബ്ബിനാ. അല്ലാഹുവിൽ നിന്ന് ഇറങ്ങിയ വിഷയങ്ങൾ, അല്ലാഹു പഠിപ്പിച്ച വിഷയങ്ങൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ആമന്ന. സ്വർഗ്ഗം ഉണ്ടെന്ന് അല്ലാഹ് പറഞ്ഞു. മരിച്ചവരാരും തിരിച്ചു വന്നിട്ട് ഖബറിൽ ജീവിതം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അല്ലാഹു പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. നരകമുണ്ടെന്ന് അല്ലാഹു പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. മരണാനന്തരം ജീവിതം ഉണ്ടെന്ന് അല്ലാഹു പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. ലാ യഅലമു തഅവീലഹു ഇല്ലല്ലാഹ്. അതിന്റെ വിശദീകരണങ്ങൾ അല്ലാഹുവിനല്ലാതെ വേറൊരാൾക്കും വ്യക്തമായിട്ട് അറിയില്ല. അല്ലാഹു വഹീയിലൂടെ റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ അത് മാത്രമേ നമുക്കറിയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് അറിയാനുള്ള നിർവാഹമുള്ളൂ, അല്ലേ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമായ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ചില ആളുകൾ എന്ത് ചെയ്യും? ഇപ്പൊ അല്ലാഹ് ഇറങ്ങുക, അല്ലാഹ് കയറുക, പിന്നെ അള്ളാന്റെ കൈ, ഇതൊക്കെ വിശദീകരിച്ച് അതങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ വിശദീകരിച്ച് അവസാനം എന്ത് ചെയ്യും? നിരീശ്വരവാദത്തിലേക്കൊക്കെ പോകുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ഒന്നും നമ്മൾ തഅ്വീൽ കൊടുക്കരുത്. 7 ആകാശങ്ങളെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, സ്വഹീഹായ ഹദീസുകളിലുണ്ട്. അതുപോലെ തന്നെ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ ശാസ്ത്രം അവിടേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നിഷേധിക്കാൻ പറ്റോ? ശാസ്ത്രം അത് പഠിച്ചിട്ടില്ല, ശാസ്ത്രം അത് മനസ്സിലാക്കിയിട്ടില്ല. ശാസ്ത്രത്തിന് ഒരുപാട് പുരോഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 7 ആകാശങ്ങളുണ്ട് എന്ന ആ പഠനത്തിലേക്ക് ശാസ്ത്രം എത്തിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റോ? ഒരിക്കലുമില്ല. മനുഷ്യന്റെ അറിവുകൾക്ക് എത്ര ശാസ്ത്രം പുരോഗമിച്ചാലും പരിമിതികളുണ്ട്. എല്ലാം അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. സൂറത്തു യൂസഫിലെ 76-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചത് വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം. എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ, എല്ലാം കൃത്യമായി അറിയുന്നവൻ, നമുക്കെല്ലാം മുകളിലുള്ള അറിവുള്ളവനാണ്, അല്ലാഹുവാണ് എന്ന് സൂറത്ത് യൂസഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ശാസ്ത്രത്തെ നമ്മൾ നിഷേധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നല്ല ഞാൻ പറയുന്നത്. ശാസ്ത്രം ഒരു കാര്യം പറഞ്ഞാൽ അതിനെ നിഷേധിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. ഒരു വിഷയത്തിൽ ശാസ്ത്രം കൃത്യമായ നിലപാട് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു വിഷയം, നമ്മളിപ്പോ സൃഷ്ടിപ്പിനെ കുറിച്ച് 7 ആകാശങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ പറയുന്നത് അല്ലാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ മുഅ്മിനീങ്ങളാണ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. നമുക്കൊരു ഖാലിഖുണ്ട്, മാലിക്കുണ്ട്, മുദബ്ബിറുണ്ട്, മുസർരിഫുണ്ട് എന്നെല്ലാം വിശ്വസിക്കുന്നവനാണ്. അവൻ രാജാധിപതിയായ റബ്ബാണ് എന്ന്, അല്ലാഹു ആണ് എന്ന് വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പരലോകമുണ്ട് എന്ന് അല്ലാഹു പഠിപ്പിച്ചു. ആ പരലോകത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഇത് പഠിപ്പിച്ച റബ്ബ് സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ എന്ന് പഠിപ്പിച്ച ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു ആരാ? കഴിവില്ലാത്തവനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. അല്ലാഹു ആരാ? കഴിവില്ലാത്തവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. അല്ലാഹു നിങ്ങൾക്ക് മുകളിൽ 7 ആകാശങ്ങളെ സംവിധാനിക്കാനും പടക്കാനും കഴിവുള്ളവനാണ് എന്ന് അല്ലാഹുവിന്റെ കഴിവിനെ കുറിച്ച് ഈ ആയത്തിലൂടെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ട് ഈ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് വമാ കുന്നാ അനിൽ ഖൽഖി ഗാഫിലീൻ. ഈ 7 ആകാശങ്ങളടക്കം കോടാനുകോടി ജീവജാലങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്, ആകാശങ്ങളിലുണ്ട്, ഭൂമിയിലുണ്ട്. ഈ ജീവജാലങ്ങളെ കുറിച്ചൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അസർദനല്ല എന്ന
വലിയ സന്ദേശമാണ് ഈ 17ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അല്ലെ? അതായത് ഒന്നാം ആകാശത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിക്കുമ്പോൾ, അതിനെ പടക്കുമ്പോൾ മറ്റുള്ള ആകാശങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനല്ല. ഭൂമിയിലേക്ക് ഊറാൻ പഠിപ്പിച്ചല്ലോ. യൂലിജുൽ ലൈല ഫിന്നഹാർ, അല്ലെ? പിന്നെ രാത്രി അതിലേക്ക് പകൽ പ്രവേശിക്കുന്നു, പകലിലേക്ക് രാത്രി പ്രവേശിക്കുന്നു. അപ്പോഴൊന്നും രാത്രി വരുമ്പോൾ പകലിനെ കുറിച്ച് അല്ലാഹു അശ്രദ്ധനല്ല, പകല് വരുമ്പോൾ രാത്രിയെ കുറിച്ചും അല്ലാഹു അശ്രദ്ധനല്ല. ഭൂമിയിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പ്രവേശിക്കുമ്പോഴും ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഇറങ്ങിപ്പോകുമ്പോഴും അല്ലാഹു ആ വിഷയങ്ങളിലൊന്നും അശ്രദ്ധനല്ല. ആകാശത്തു നിന്നൊരു കാര്യം ഇറങ്ങുമ്പോൾ ആ കയറിപ്പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു അശ്രദ്ധനല്ല. ഒരു കാര്യം ആകാശത്തിലേക്ക് കയറിപ്പോകുമ്പോൾ ഇറങ്ങി വരുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനല്ല. എല്ലാ കാര്യങ്ങളും, ഏതൊരു കാര്യം ഭൂമിയിൽ സംഭവിക്കുമ്പോഴും എല്ലാത്തിനെ കുറിച്ചും സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വഇൻദഹു മഫാതീഹുൽ ഗൈബി വഇൻദഹു മഫാതീഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അല്ലേ? ഗൈബിയായ അദർശ വിജ്ഞാനത്തിന്റെ താക്കോൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ മറ്റൊരു ആയത്ത് കൊണ്ടുവരുന്നത്. പരിശുദ്ധ ഖുർആനിലൂടെ എത്ര സ്ഥലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുന്നത്. സൂറത്ത് മുൽക്കിലെ 1ാമത്തെ പേജിന്റെ അവസാന ഭാഗത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചത് എന്താ? വഅസിറൂ ഖൗലകും അവിജ്ഹറൂ ബി ഇന്നഹു അലീമുൻ ബിദാതി സുദൂർ. നിങ്ങൾ രണ്ടുപേര് പരസ്പരം സ്വകാര്യം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ അപ്പുറത്ത് നിങ്ങളിരുന്ന് രണ്ടുപേര് സ്വകാര്യം പറയുന്നവരുണ്ടാകും, മറ്റുള്ള വീട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരുണ്ടാകും, ജോലിപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരുണ്ടാകും. ഈ സ്വകാര്യം വേറൊരാളും കേൾക്കുന്നില്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ പരസ്പരം രണ്ടുപേര് സംസാരിക്കുന്ന ആ സ്വകാര്യമുണ്ടല്ലോ, ആ രഹസ്യ സംഭാഷണമുണ്ടല്ലോ, നിങ്ങൾ എന്താണ് സംസാരിച്ചത് എന്ന് തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുകൾ അറിയുന്നില്ല എങ്കിലും വഅസിറൂ ഖൗലകും അവിജ്ഹറൂ ബി ഇന്നഹു അലീമുൻ ബിദാതി സുദൂർ. അത് കൃത്യമായിട്ട് അല്ലാഹു അറിയുന്നു. ഇനി നിങ്ങൾ സ്വകാര്യമൊന്നും പറയണ്ട, രഹസ്യമായിട്ടും പറയണ്ട, പരസ്യമായിട്ടും പറയണ്ട. മനസ്സിന്റെ ഉള്ളിൽ ഒരു കാര്യം നിങ്ങൾ വിചാരിച്ചാൽ മതി, ആ വിചാരിച്ചത് പോലും അറിയുന്നവനാണ് അല്ലാഹ്. ഇപ്പൊ കൂരാക്കൂരിട്ടുള്ള രാത്രിയാണ്. ഈ രാത്രിയിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പുറത്ത് എന്തൊക്കെ ജീവികൾ നടക്കുന്നുണ്ടാകും, പല ഇഴജന്തുക്കൾ ഉണ്ടാകും. ഒന്നും വേണ്ട, നമ്മുടെ മുമ്പിലൂടെ, അല്ലെ, നമ്മുടെ ശരീരത്തിലൂടെ, നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലൂടെ എത്രയെത്ര ഉറുമ്പുകൾ അറിയുന്നുണ്ടാകും. ഈ രാത്രിയിൽ ഒരു കട്ടുറുമ്പ് ഒരു കറുത്ത പാറയിലൂടെ ഈ ഉറുമ്പ് സഞ്ചരിച്ചാൽ ആ ഉറുമ്പിന്റെ ചലനം പോലും അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. റബ്ബറിയാതെ ഒരു ഉറുമ്പ് പോലും ചലിക്കുന്നില്ല, റബ്ബറിയാതെ ഒരു ഉറുമ്പ് പോലും ചലിക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് ഈ ആയത്തിൽ നിന്ന് കിട്ടേണ്ട പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വ്യക്തമായിട്ടാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഖുർആനിൽ വീണ്ടും പഠിപ്പിച്ചല്ലോ, ഒരു ഇല പോലും അടർന്നു വീഴുന്നില്ല. ആയിരക്കണക്കിന് കോടിക്കണക്കിന് മരങ്ങളുണ്ട് ഈ പ്രദേശത്തേക്ക് തന്നെ. നമ്മളൊന്നിങ്ങനെ കണ്ണോടിച്ച് നോക്കിയാൽ എത്രയെത്ര മരങ്ങളാണ്. ഒരു മരത്തിൽ തന്നെ 100 കണക്കിന് ഇലകളുണ്ട്. ഒരു ഇല പോലും അടർന്നു വീഴുന്നില്ല, ഒരു ഇല പോലും അടർന്നു വീഴുന്നില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സൂറത്ത് മുഅ്മിനിലെ 17ാമത്തെ ആയത്ത് നമ്മൾ പഠിക്കേണ്ടത് വലഖദ് ഖലഖനാ ഫൗഖകും സബഅ തറായിഖ വമാ കുന്നാ അനിൽ ഖൽഖി ഗാഫിലീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്ന് വ്യക്തമായി ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഈ ആയത്ത് നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ചില്ലിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട, കൊത്തിവെക്കേണ്ട വചനമാണ്. എപ്പോഴും നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു ബോധമാണ്. അല്ലാഹു ആരാ? കഴിവില്ലാത്തവനല്ല. അല്ലാഹു ആരാ? ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്കൊരു രോഗം വന്നാൽ ആ രോഗം തരുന്നതും ആ രോഗത്തെ മാറ്റാൻ കഴിവുള്ളവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വിവാഹം കഴിഞ്ഞിട്ട് നമുക്കൊരു മക്കളില്ലാത്ത സാഹചര്യം ഉണ്ടായാൽ
ആ മക്കളില്ലാത്ത സാഹചര്യം ഉണ്ടാക്കുന്നതും അല്ലാഹുവാണ്. അതുപോലെ തന്നെ മക്കളെ നൽകുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലോ, ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലോ. എന്റെ ആഗ്രഹങ്ങളല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ. പല പല സ്വപ്നങ്ങളുമായിട്ട് കഴിച്ചു കൂട്ടുന്നവരാണ്. പല പല ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. ഈ ആഗ്രഹങ്ങളെല്ലാം അറിയുന്നവനാണ് അല്ലാഹ്. ഈ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. അതുകൊണ്ട് എന്ത് ആഗ്രഹങ്ങൾ നമുക്കുണ്ട് എങ്കിലും അത് ചെറുതാകട്ടെ വലുതാകട്ടെ വ്യത്യാസമില്ല. അത് നിസ്സാരമായ കാര്യങ്ങളാണ് എങ്കിൽ പോലും, സാമ്പത്തികമായ കാര്യങ്ങളാണോ, ലാഭങ്ങളാണോ, കച്ചവടത്തിലെ ലാഭങ്ങളാണോ, എന്താണോ ദുനിയവിയായിട്ടും ഉഖ്റവിയായിട്ടും എന്ത് ആഗ്രഹങ്ങൾ നമുക്കുണ്ട് എങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കണം, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതെ ആരാധകർഹനായിട്ട് വേറൊരാളുമില്ല. എന്റെ ആഗ്രഹങ്ങളൊക്കെ നീ നടത്തി തരണേ അല്ലാ. എന്റെ ആഗ്രഹങ്ങളൊക്കെ നീ എനിക്ക് സഫലീകരിച്ചു തരണേ അല്ലാ. എന്റെ നല്ല മുറാദുകളെല്ലാം നീ ഹാസിലാക്കി തരണേ അല്ലാ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ് നമ്മൾ പറയേണ്ടത്. അത് വേറൊരാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വേറൊരു ശക്തിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു മഹാനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഹൃദയം അറിയുന്നത് അല്ലാഹുവാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ അറിയുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് റബ്ബിങ്കൽ തവക്കുലാക്കിക്കൊണ്ട്, റബ്ബിങ്കൽ ദുആ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ സകല കാര്യങ്ങളും നടത്തി തരാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളല്ല നിങ്ങളുടെ പ്രയാസങ്ങൾ. നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിലും ഒരുപാട് നൂറുകണക്കിന് പ്രയാസങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് നടക്കുന്നവരാണ് നമ്മൾ. ഈ പ്രയാസങ്ങളെല്ലാം അറിയുന്നവനാണ് അല്ലാഹ്. കുടുംബപരമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ജോലിപരമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ആരോഗ്യപരമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. വ്യത്യസ്ത രൂപത്തിലുള്ള പ്രയാസങ്ങളുമായിട്ട് അനുഭവിക്കുമ്പോൾ പലരുടെയും മനസ്സ് വല്ലാത്ത ഭാരമാണ്. ഈ പ്രയാസങ്ങളും ഈ പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ വല്ലാത്ത ഭാരമാണ് നമ്മുടെ ഹൃദയത്തിനുള്ളത്. ഈ ഹൃദയം തുറക്കണം. ഈ ഭാരങ്ങളെല്ലാം നമുക്ക് ഇറക്കി വെക്കണം. അങ്ങനെ ഇറക്കി വെക്കാൻ ഒരേ ഒരു ശക്തി ഈ പ്രപഞ്ച ലോകത്തിലുണ്ട് എങ്കിൽ അത് റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, വലഖദ് ഖലഖനാ ഫൗഖകും സബഅ തറായിഖ വമാ കുന്നാ അനിൽ ഖൽഖി ഗാഫിലീൻ. ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും ഒരു സൃഷ്ടിയെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനല്ല. 100,000 കോടിക്കണക്കിന് ആളുകളുടെ എല്ലാവരുടെയും ഹൃദയം അറിയാൻ കഴിവുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അല്ലാഹുവാണ് ഖാലിഖായിട്ടുള്ളവൻ. ബാക്കിയുള്ളതെല്ലാം മഖ്ലൂഖീങ്ങളാണ്. സൃഷ്ടാവായിട്ടുള്ളവൻ ലോകത്ത് അല്ലാഹു മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ച ഒരു വിദ്യാർത്ഥിന് ചോദിക്കുക, ഇപ്പൊ സഹപാഠികൾക്കൊക്കെ ഇതാ പണി. പിന്നെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ മക്കനെ ഇട്ടും പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ ഇസ്ലാമിക വസ്ത്രമൊക്കെ ധരിച്ച് പോകുന്ന നമ്മുടെ മക്കള്, അങ്ങാടികളിലേക്ക് പോകുന്ന നമ്മുടെ മക്കള്, ഈ മക്കളോട് പുറത്തുനിന്ന് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ രൂപത്തിൽ നടക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ, നാണമില്ലേ? ഇപ്പോഴും കാലമൊക്കെ ഒരുപാട് പുരോഗമിച്ചു. ഈ വേഷഭൂഷാദികളൊക്കെ മാറ്റിവെച്ച് നടക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്ന് സമൂഹം അല്ലെങ്കിൽ ചില വഴിപടച്ചാളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു പെൺകുട്ടി, ഒരു വിദ്യാർത്ഥിനി വന്നിട്ട് എന്നോട് ക്ലാസ്സിൽ ചോദിച്ചു, ഉസ്താദേ ഇങ്ങനെ ചോദിക്കുന്നു, പിന്നെ എല്ലാത്തിനും പിന്നെ ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ പിന്നെ ഒരാള് എന്നോട് ചോദിച്ചത്, എന്റെ കൂടെ പഠിക്കുന്നവൻ എന്നോട് ചോദിച്ചത്, ആ പഠിക്കുന്നവന്റെ ആവശ്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ പഠിക്കുന്നവൻ ചോദിച്ചത്, എല്ലാത്തിനെയും പടച്ചൊരു പടച്ചോനുണ്ടെങ്കിൽ പടച്ചോൻ ആരാ പടച്ചത്? പലപ്പോഴും നമ്മുടെ മക്കൾ കുടുങ്ങിപ്പോകുന്ന ഒരു ചോദ്യം, അല്ലാഹുവിനെ ആരാ പടച്ചത്? അല്ലാഹുവിനെ ഒന്നും ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയതല്ല എങ്കിൽ പടച്ചോനെ പടച്ചൊരു പടച്ചോൻ വേണ്ടേ? ശൂന്യതയിൽ നിന്നൊന്നും ഉണ്ടാകുന്നില്ല എന്നാണല്ലോ നിങ്ങളുടെ വാദം. അപ്പൊ അല്ലാഹുവിനെ ആരാ പടച്ചത്? ഒരു മുഅ്മിന് അതിന് കൃത്യമായ മറുപടി ഉണ്ട്. ഒരു മുഅ്മിനോട് പറയേണ്ട മറുപടി ഉണ്ട്. അത് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊരു മുഅ്മിനോട് പറയേണ്ട മറുപടിയാണ്, ഒരു നിരീശ്വരവാദിയോട് പറയേണ്ട മറുപടിയല്ല. ഒരു മുഅ്മിനോട് നമ്മൾ എന്താ പറയേണ്ടത്? ആ ചിന്ത പിശാച് നിന്നെ പിഴവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇട്ടുതരുന്ന ഒരു ചോദ്യമാണ്, അല്ലാഹുവിനെ പടച്ചോൻ ആരാ?
ആ ചോദ്യം നിന്റെ മനസ്സിൽ വന്നാൽ, ആ ചിന്ത നിന്റെ മനസ്സിൽ വന്നാൽ ഉടനെ നീ പറഞ്ഞോ, അഊദു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു, മിനശ് ശൈത്വാനിർ റജീം എന്ന് നീ ചൊല്ലിക്കോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിശാച് നിന്റെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന ചോദ്യമാണ്, അല്ലാഹനെ പടച്ചോൻ ആരാ, അല്ലാഹനെ പടച്ചോൻ ആരാ എന്ന ചോദ്യം മുഅ്മിനെ നിന്നെ പിഴവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇട്ടുതരുന്നതാണ്. അതുകൊണ്ട് പിശാചിന്റെ ശർറിൽ നിന്ന് നീ അല്ലാഹുവിനോട് കാവലിനെ ചോദിച്ചോ. ഇതൊരു നിരീശ്വരവാദിയോട് ചോദിച്ചിട്ട് കാര്യമില്ല. അവന് കൊടുക്കേണ്ട കൃത്യമായ മറുപടി, അല്ലാഹു എന്നുള്ളത് ഖാലിഖാണ്, ഖാലിഖായിട്ടുള്ളവൻ അല്ലാഹു മാത്രമാണ്, സൃഷ്ടാവായിട്ടുള്ളവൻ അല്ലാഹു മാത്രമാണ്. ബാക്കി റബ്ബിന് പുറമെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ പടപ്പുകളാണ്, പടച്ചോന്മാരല്ല. പടച്ചോനായിട്ട് ഖാലിഖായിട്ട് അല്ലാഹു മാത്രമേ ഉള്ളൂ. ഒരു പടപ്പിന് ഒരു സൃഷ്ടാവിന് വേറൊരു സൃഷ്ടാവ് ആവശ്യമില്ലല്ലോ, ഒരു സൃഷ്ടാവിന് വേറൊരു സൃഷ്ടാവ് ആവശ്യമില്ലല്ലോ. ഖാലിഖായിട്ടുള്ളവൻ അല്ലാഹു മാത്രം. ബാക്കിയുള്ളവരാരും ഖാലിഖീങ്ങളല്ല, ബാക്കിയുള്ളവർ മുഴുവൻ പടപ്പുകളാണ്, മഖ്ലൂഖീങ്ങളാണ്. ഈ ഖാലിഖായിട്ടുള്ളവൻ അവന്റെ പ്രത്യേകത എന്താ? ഹുവൽ അവ്വലു വൽ ആഖിർ, അവന് ആദ്യമില്ല, തുടക്കമില്ല, അവസാനമില്ല. പടച്ചോന്റെ ആവശ്യമില്ല. പടച്ചോനായിട്ട് ആകെ ഒരാളെ ഈ പ്രപഞ്ചത്തിലുള്ളൂ, അവനാണ് ഈ പ്രപഞ്ചത്തെ അണ്ടകടാഹങ്ങളെ മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാധിപതിയായ റബ്ബ്. ഈ മറുപടി കേട്ടാൽ സകല നിരീശ്വരവാദിയുടെയും വായുകൾ പൂട്ടിപ്പോകും. എല്ലാത്തിനെയും പടച്ചവനാണ്, എല്ലാത്തിനെയും എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ തലക്ക് മുകളിൽ 7 ആകാശങ്ങളുണ്ട്. ആ 7 ആകാശങ്ങളെ വരെ പടച്ചവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് എന്ത് ആഗ്രഹങ്ങളുണ്ടോ നിങ്ങളുടെ മനസ്സറിയുന്നവനാണ് റബ്ബ്. ആ റബ്ബിനോട് നിങ്ങൾ ചോദിച്ചോ. ആ റബ്ബിനോടല്ലാതെ വേറൊരാളോടും നിങ്ങൾ ചോദിക്കല്ലേ. എന്തെന്ത് പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരാൻ കഴിവുള്ളവൻ, ആ പ്രയാസങ്ങളെ കുറിച്ചെല്ലാം അറിയുന്നവൻ എല്ലാം ആ റബ്ബാണ്. ആ റബ്ബിനോട് നിങ്ങൾ തൗബ ചെയ്ത് പശ്ചാത്താപിച്ച് ദുആ ചെയ്താൽ മതി എന്ന് കൃത്യമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുമ്പോ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഈ ആയത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വമാ കുന്നാ അനിൽ ഖൽഖി ഗാഫിലീൻ, അല്ലാഹുവിന്റെ പടപ്പുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനല്ല. ഈ ആയത്ത് പഠിക്കുമ്പോൾ ഏത് സമയത്തും വഹുവ മഅകും ഐനമാ കുൻതും, നമ്മൾ എവിടെയായിരുന്നാലും റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധം വേണം. അല്ലെ, കഴിഞ്ഞ ദിവസം 18 മാസം പ്രായമുള്ള ഒരു പെൺകുട്ടി, 18 മാസം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട് അല്ലെ, 18 മാസം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? ആ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് ചെറുപ്പക്കാരൻ അല്ലെ പീഡിപ്പിച്ചുകൊണ്ട് 18 മാസം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു അല്ലെ. എന്നിട്ട് ഈ വാർത്ത എടുത്തിട്ട്, കാരണം ആരാ പീഡിപ്പിച്ചോൻ? മുസ്ലിം നാമധാരിയ. മുസ്ലിങ്ങൾ എന്തെങ്കിലും അവിടെ കൊന്നു, ഇവിടെ കൊന്നു, അവിടെ കത്തെടുത്തു, ഇവിടെ കവർന്നെടുത്തു അല്ലെ, അവിടെ സ്ഫോടനം, ഇവിടെ എന്തെങ്കിലുമൊക്കെ വാർത്ത ഇങ്ങനെ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുക. വേറെ ആരും ചെയ്താലും കുഴപ്പമില്ല. മുസ്ലിം നാമധാരിയാണെന്ന് കേട്ടാൽ അത് വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാ ഇസ്ലാം, ഇതാ ഇസ്ലാം. ഇസ്ലാം അതല്ല, ഒരു വ്യക്തിയുടെ ജീവിതമല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത്തുർ റസൂൽ. അല്ലാഹുവിന്റെ കലാം ഖുർആനും അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ഹദീസുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും ജീവിതമായ ഹദീസാണ് ഇസ്ലാം എന്നുള്ളത്. അതിൽ നിന്നാണ് ഇസ്ലാം പഠിക്കേണ്ടത്, അതിൽ നിന്നാണ് ഇസ്ലാം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിനെ പഠിക്കാനും മനസ്സിലാക്കാനും, ഇസ്ലാമിന്റെ നിലപാട് എന്താണ് എന്ന് മനസ്സിലാക്കാനും ഇസ്ലാമിന്റെ പ്രമാണങ്ങളെയാണ് പഠിക്കേണ്ടത്, പരിശോധിക്കേണ്ടത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് അല്ലെ. പിന്നെ നമ്മൾ തലയിൽ തട്ടിട്ട് നമ്മളെ കുട്ടികളെ അടക്കുമ്പോ അവർക്ക് അത് പ്രശ്നം. പിന്നെ നമ്മളെ കുട്ടികൾ ഇസ്ലാമിക രീതിയിൽ പിന്നെ വസ്ത്രം ധരിച്ചടക്കുമ്പോ ഇവർക്ക് ആസ്വദിക്കാൻ പറ്റണില്ലല്ലോ. ഇത്തരം നിരീശ്വരവാദികളായ ആൾക്കാര് ഇന്ന് ലോകത്ത് ആളുകളെ വഴികേടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ മുസ്ലിം നാമധാരിയായ ചെറുപ്പക്കാരൻ അല്ലെ, അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് മുസ്ലിം ആണെങ്കിലും, അത് ഏത് പണ്ഡിതന്മാരാണെങ്കിലും, ഏത് ഉസ്താദുമാരാണെങ്കിലും തെറ്റ് തന്നെയാണ്. നമ്മൾ ന്യായീകരിക്കണില്ല, നമ്മൾ ന്യായീകരിക്കാനും പാടില്ല. അതാര് ചെയ്താലും, തെറ്റാര് ചെയ്താലും, അത് ഏത് മൗലവി ചെയ്താലും, അത് ഏത് ഉസ്താദ് പീഡിപ്പിച്ചാലും അതൊക്കെ തെറ്റെല്ലാം തെറ്റ് തന്നെ, നമ്മൾ ന്യായീകരിക്കണില്ല. പക്ഷെ നമ്മൾ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഉസ്താദുമാരും മൗലിമാരെന്താ ചെയ്യണത്, ഇത് നോക്കി നിൽക്കുന്നത്, അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചിട്ട് ഇതാണ് ഇസ്ലാം എന്ന ഒരു തെറ്റിദ്ധാരണ, ഒരു നെഗറ്റീവ് മെസ്സേജ് ആളുകൾക്കിടയിൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ ഒരു പെണ്ണിനോട് അവരുടെ ശരീരം മറച്ചു വെച്ചുകൊണ്ട് അവരുടെ പിന്നെ ഔറത്തുകൾ, നഗ്നമായ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ലാത്ത ശരീരത്തിന്റെ ഭാഗങ്ങൾ മറച്ചു വെച്ച് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറയാനുള്ള കാരണം ഇത്തരത്തിലുള്ള ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്ന്, വ്യഭിചാരങ്ങളിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാ. അപ്പൊ ചോദ്യം വന്നു, ഇത് ഇസ്ലാം പഠിപ്പിച്ചപ്പോ ചോദ്യം, ഈ സംഭവം നടന്നപ്പോ 18 വയസ്സ് പ്രായമായ പെൺകുട്ടിക്ക് ഇസ്ലാമിന്റെ പേര് പറയാൻ പറ്റോ? അല്ലെങ്കിൽ ഇസ്ലാമിക വസ്ത്രത്തിന്റെ പേര് പറയാൻ പറ്റോ? ആ 18 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് പിന്നെ എന്താ വസ്ത്രത്തിന്റെ വിഷയത്തിൽ എന്താ? അപ്പൊ വസ്ത്രമല്ല വിഷയം, വെറിയന്മാരാണ് മുസ്ലിങ്ങൾ എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുക. വസ്ത്രം ഏത് ധരിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് ഇവിടെ കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലൂടെ പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 3 കാര്യങ്ങൾ ആര് ശ്രദ്ധിച്ചാലും തിന്മകളിൽ നിന്ന്, വ്യഭിചാരങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയും. കാരണം ഒന്നാമത്തെ വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രം നന്നാക്കാനല്ല, ഒരു ആണിനോടും ഒരു പെണ്ണിനോടും, ഒരു മുഅ്മിനിനോടും ഒരു മുഅ്മിനത്തിനോടും ആദ്യം അല്ലാഹു പറഞ്ഞത് വസ്ത്രം നന്നാക്കാനല്ല. ആദ്യം റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ താഴ്ത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ താഴ്ത്തണം. കണ്ണിന് അനാവശ്യമായ കാര്യങ്ങൾ കാണുന്നതിനെ തൊട്ട്, നമ്മുടെ ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ നിരീശ്വരവാദം നമ്മുടെ കുട്ടികളെ പിടികൂടിയപ്പോ അതിൽ മുസ്ലിം എന്നില്ല, അമുസ്ലിം എന്നില്ല, മുജാഹിദുകൾ എന്നില്ല, സുന്നി എന്നില്ല, എല്ലാ കുടുംബത്തിലുമുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, വേദനയോടുകൂടി നമ്മൾ മനസ്സിലാക്കിക്കോ. വേദനയോടുകൂടി അല്ലാതെ പറയാതെ നിർവാഹമില്ല. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഖുർആൻ പഠിക്കാണ്, പക്ഷെ നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അവർ ഈ വലയിൽ ഭൂരിഭാഗം ആളുകളും കുടുങ്ങിപ്പോയി. അവരോട് ചോദിച്ചു പടച്ചോനെ കണ്ട ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അവര് ചിന്തിച്ചു പടച്ചോൻ ആരും കണ്ടിട്ടില്ല, അപ്പൊ പടച്ചോനില്ല. അതുപോലെ തന്നെ മരിച്ചോരാരെങ്കിലും തിരിച്ചു വന്നിട്ട് പാരത്രിക ജീവിതമുണ്ട്, ഖബറിൽ ജീവിതമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കേൾവികളാ. പള്ളിയിലെ ഖതീബ് പറഞ്ഞതാ, ഉമ്മ പറഞ്ഞതാ, വാപ്പ പറഞ്ഞതാ, വേറൊന്നും ഇവര് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊന്നുമില്ല. അപ്പൊ എന്തായി? രാത്രിയാകുമ്പോ അവന്റെ മൊബൈല് തുറക്ക, ആരും വരാനില്ല, അവന്റെ ഡോറാരും തുറക്കാനില്ല. ഉമ്മയും ഉപ്പയും ഒക്കെ ഉറങ്ങി അല്ലേ? ആ മൊബൈലും കണ്ട് അന്യപെണ്ണിന്റെ തുണി അയച്ചിട്ടാടുന്ന പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിച്ച് കിടന്നുറങ്ങുന്നവരാണ് നമ്മുടെ മക്കള്. ആ മക്കളെങ്ങാനും ആ ഉറക്കത്തിൽ മരണപ്പെട്ടാലുള്ള സാഹചര്യത്തെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവർക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല, അവർക്ക് നെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല, അവർക്ക് സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല. അന്യ പെണ്ണിന്റെ ശരീരമുണ്ടല്ലോ. ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു പെണ്ണ് എന്നുള്ളത് അവൾ പ്രസവിക്കാനുള്ളവളാണ്, അവൾ പാലൂട്ടാനുള്ളവനാണ്. പുരുഷൻ ഒരിക്കലും പ്രസവിക്കില്ലല്ലോ, പുരുഷൻ ഒരിക്കലും പാലൂട്ടുകയില്ലല്ലോ. ഇതെല്ലാം അല്ലാഹു ഒരു പെണ്ണിന്റെ ശരീരത്തിനാണ് സംവിധാനിച്ചിട്ടുള്ളത് എങ്കിൽ ആ പ്രസവിക്കാനുള്ള സംവിധാനം ഒരുക്കിയ, പാലൂട്ടാനുള്ള സംവിധാനം ഒരുക്കിയ പടച്ചറബുണ്ടല്ലോ, ആ റബ്ബ് ആ പെണ്ണിനോട് പറഞ്ഞു, നിന്റെ ഔറത്തുണ്ടല്ലോ, നിന്റെ നഗ്നഭാഗങ്ങളുണ്ടല്ലോ മറച്ചുകൊണ്ടാണ് വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ നിന്റെ മാറിന്റെ മുകളിലൂടെ പോകുന്ന രൂപത്തിൽ നിന്റെ മുഖമക്കനകളെ നീ താഴ്ത്തിയിടണേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലൂടെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് പഠിപ്പിക്കുന്നതിന് മുമ്പ് അല്ലാഹു പറഞ്ഞത് ഒരു പുരുഷന്റെ കണ്ണിനെ താഴ്ത്താൻ വേണ്ടിയാണ്. അന്യ പുരുഷന്മാരിലേക്കുള്ള തുടരെയുള്ള നോട്ടമുണ്ടല്ലോ, അത് പാടില്ലാത്തതാണ്. അത് പെണ്ണിനോടും അല്ലാഹു പറഞ്ഞു.
ആണിനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് പെണ്ണിനോട് പറഞ്ഞു, നിന്റെ പ്രകടമായ ഭാഗം ഒഴിച്ച് ഇല്ലാ മാ ളഹറ മിൻഹ, ആളുകൾ കണ്ടാൽ നീ ആരാണെന്ന് തിരിച്ചറിയണം. ആ പ്രകടമായ ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ മറച്ചുകൊണ്ടായിരിക്കണം നീ പുറത്തേക്ക് ഇറങ്ങേണ്ടത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. എന്തിനാ കണ്ണിനെ താഴ്ത്താൻ പറഞ്ഞത്? വ്യഭിചാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ വേണ്ടിയാണ്. എന്തിനാ മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തു പോകണമെന്ന് പറയാനുള്ള കാരണം ഈ തിന്മയിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കാനാണ്. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വിവാഹബന്ധം. വിവാഹബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ മഹറമുകളുണ്ടല്ലോ, അവരെ കൂടെയല്ലാതെ വേറൊരാളുടെ കൂടെ നമ്മൾ ഒറ്റപ്പെടാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയ. ഇന്ന് ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒന്നും ഒരു വിഷയമല്ലത്. ഒപ്പം പഠിക്കുന്നവന്റെ കൂടെ നമ്മൾ കുട്ടി അവൻ പിന്നെ ബൈക്കിൽ പോയാല് നമ്മളെ ഉമ്മമാർക്കും വാപ്പമാർക്കൊന്നും ഇത് പ്രശ്നമില്ല. ഇതിപ്പോ നമ്മളെ ആധുനിക കാലഘട്ടത്തിൽ ഇതൊക്കെ ഇപ്പൊ എത്ര എന്താ ചിന്തിക്കാനുള്ളത്? അങ്ങനെ ചോദിക്കുന്ന നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ട്, അങ്ങനെ ചോദിക്കുന്ന നോമ്പെടുക്കുന്ന ഉമ്മമാരുണ്ട്. ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ മക്കള് പ്രായപൂർത്തിയിലേക്ക് പ്രവേശിച്ചിട്ട് ആ വൈകാരിക ചിന്തകളുടെ ആരംഭത്തിലാണ്. അവരുടെ ഹോർമോണുകൾ മൂർച്ച കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അവരുള്ളത്. അതുകൊണ്ട് ഏത് സമയത്തും പിശാചിന്റെ വലയിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അവന്റെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ഇവിടെ കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചു, ഒരു പെണ്ണോ യാത്ര ചെയ്യുന്നുണ്ട് എങ്കിൽ മഹറമായ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ഒരാളുടെ കൂടെയല്ലാതെ യാത്ര ചെയ്യരുത്, ഒറ്റപ്പെടാൻ പാടില്ല. അങ്ങനെ ഒറ്റപ്പെട്ടാൽ, മഹറമല്ലാത്ത ഒരാളുടെ കൂടെ ഒറ്റപ്പെട്ടാൽ, മൂന്നാമതായിട്ട് അവിടെ ശൈത്താൻ കടന്നു വരുമെന്ന് മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നിയമങ്ങളൊക്കെ ആർക്കാ? ഈ നിയമങ്ങളൊക്കെ ആരോടാ? എന്നോടും നിങ്ങളോടുമാണ്. പരലോകത്തിൽ വിശ്വസിക്കുന്നവരോടാണ്. കണ്ണുകളെ താഴ്ത്തണമെന്ന് പറഞ്ഞത് ആരോടാ? നിസ്കരിക്കുന്നവരോടാണ്. ഇസ്ലാമിക വസ്ത്രം ധരിക്കുന്നത്, ആ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞത് ആരോടാ? പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളോടാണ്. മഹറമല്ലാത്ത മറ്റൊരാളുടെ കൂടെ ഒറ്റപ്പെടരുത് എന്ന് പറഞ്ഞത് ആരോടാ? അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകളോടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയപ്പോ ഈ നിരീശ്വരവാദികളുടെ ആവശ്യത്തിന് നമ്മുടെ പെൺകുട്ടികളെ കിട്ടാതെ പോയി. അതാ അവരുടെ പ്രശ്നം. മനസ്സിലായോ? 18 വയസ്സ് പ്രായമുള്ള, ആ 18 മാസം പ്രായമുള്ള ആ പിഞ്ചോമന കുട്ടിയെ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ച് ക്രൂരമായി ഒരു ചെറുപ്പക്കാരൻ, മുസ്ലിം നാമധാരിയായ ചെറുപ്പക്കാരൻ കൊന്നുകളഞ്ഞപ്പോ സോഷ്യൽ മീഡിയയിൽ ഇന്നലകളിൽ ഒരു പെണ്ണ് സംസാരിച്ചതാ, ഇവരുടെ പ്രശ്നം വയസ്സ് പിന്നെ വസ്ത്രമൊന്നല്ല. മനസ്സിലായി? ഇവരുടെ പ്രശ്നം മുസ്ലിങ്ങൾ മൊത്തത്തിൽ തന്നെയാണ്. ഈ രൂപത്തിലാ പിന്നെ സംസാരം പോയത്. നമ്മൾ ആ ചെറുപ്പക്കാരനെ ന്യായീകരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഏത് മൗലവി ചെയ്താലും ഏത് ഹോജ ചെയ്താലും തെറ്റ് തന്നെയാണ്. തെറ്റിനെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കരുത്. പക്ഷെ എന്തു സംഭവിച്ചാലും ഇസ്ലാമിന്റെ നേരെ കുതിര കയറുന്ന അവസ്ഥ നമ്മൾ കൃത്യമായിട്ട്, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്ത് വല്ലാത്ത പാഠമാണ്. ഒരു തവണ കൂടെ ഞാൻ പാരായണം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 17ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്, വലഖദ് ഖലഖനാ ഫൗഖകും സബ്അ തറായിഖ്, 7 ആകാശങ്ങളെ നിങ്ങൾക്ക് മീതെ പടച്ചവനാണ് അല്ലാഹ്. ഈ 7 ആകാശങ്ങളെ പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ഒരു പ്രയാസവുമില്ല. രണ്ടാമത് നമ്മളെ ജീവിപ്പിക്കാൻ ഒരു പ്രയാസമില്ല. പരലോകം കൊണ്ടുവരാൻ ഒരു പ്രയാസമില്ല. അതുകൊണ്ട് അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വൽ ഹിസാബു ഹഖ്ഖുൻ, എല്ലാം സത്യമാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കുക. വമാ കുന്നാ അനിൽ ഖൽഖി ഗാഫിലീൻ. അല്ലേ? ഈ കോടാനുകോടി ജീവജാലങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ഒരു ജീവിയുടെ വിഷയത്തിലും ഒരു പടപ്പിന്റെ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനല്ല. നമ്മളെ കുറിച്ച് കൃത്യമായിട്ട് അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ആ ബോധത്തോടെ ഇനിയുള്ള കാലങ്ങൾ മരണം വരെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട്. ഇന്ന് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ
ഇന്ന് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് എന്ത് ചെയ്യുക, ആ വിരിപ്പിലേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കാം, കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക. ഒരുപാട് ഹറാമുകൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഹറാമുകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഹറാമുകൾ സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, പടച്ചോന്റെ അടുത്തെല്ലാം എന്തായിരിക്കും നിരാശപ്പെട്ട് നമ്മൾ കഴിയണ്ട. തൂബു ഇലല്ലാഹ്, തൂബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഖേദിച്ച് പശ്ചാത്താപിച്ച് മടങ്ങിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരും. ആ നല്ല പ്രതീക്ഷയോടെ തൗബ ചെയ്ത് നല്ല ജീവിത വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം. പഠിക്കുന്ന ആയത്തുകൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പഠിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി മരിക്കുമ്പോൾ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചരിച്ച് ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഈ ദുനിയാവിൽ നീ ഞങ്ങൾ ഒരുമിപ്പിച്ചതുപോലെ മാതാപിതാക്കളോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം അണയോടൊപ്പം മക്കളോടൊപ്പം നാളെ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ കഴിയാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. ആരോടും മുറുപ്പില്ലാതെ പകയില്ലാതെ വിദ്വേഷമില്ലാതെ എല്ലാവരാലും ഇഷ്ടപ്പെട്ട് അതിലുപരി നിന്റെ തൃപ്തി കരസ്ഥമാക്കിയിട്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. ഈ നല്ല സദസ്സിലേക്ക്, ഈ ഈമാനിന്റെ സദസ്സിലേക്ക് വരാൻ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, എത്തിപ്പെടാൻ കഴിയുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളാണ്, അസുഖങ്ങൾ ബാധിച്ചവരാണ്. റബ്ബേ, ശിഫ നൽകണേ അല്ലാഹ്, ഹിദായത്ത് നൽകണേ റഹ്മാനെ, ഈമാൻ നൽകണേ റഹ്മാനെ. ഇഹ്സാനോടുകൂടി ജീവിച്ച് മുഹ്സിനായി മരിക്കാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ മിൻ ദുആഇനാ വസിയാമിനാ വഖിയാമിനാ വകുല്ലു മിൻ അഅമാലി സ്വാലിഹാതിനാ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين 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 برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمة الله.